ബി.ജെ.പി വളരെ പ്രതീക്ഷയോടെ കാണുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. ഒന്നിലേറെ സീറ്റുകൾ ജയിക്കുമെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു. എൻ.ഡി.എ ജയസാധ്യതയുണ്ട് എന്ന് പറയുന്ന 10 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. ആ മണ്ഡലങ്ങളുടെ ചിത്രങ്ങൾ എന്താണ്, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെ മണ്ഡലങ്ങൾ? മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, മലമ്പുഴ, ഒപ്പം തൃശൂർ മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. അടുത്ത 5 മണ്ഡലങ്ങൾ കൂടി നമുക്ക് നോക്കാം. ചാത്തന്നൂർ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട. ഈ 10 മണ്ഡലങ്ങളാണ് ബി.ജെ.പി വലിയ പ്രതീക്ഷയോടുകൂടി നോക്കുന്നത്. മഞ്ചേശ്വരം അവർക്ക് കാലങ്ങളായി വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. കെ സുരേന്ദ്രനാണ് ഇത്തവണയും മഞ്ചേശ്വരത്ത് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ എന്താണ് സാഹചര്യം എന്നതിനെ ഉറ്റുനോക്കുകയാണ് ബി.ജെ.പി. കാസർഗോഡും സമാനമായ സാഹചര്യമാണ്. ഷാനവാസ് പാദൂരടക്കം മത്സര ചിത്രത്തിലേക്ക് വന്നപ്പോൾ എന്താണ് അവിടെ സാധ്യമാകുന്നത് എം.എൽ.എ. സുനിക്ക് എന്ന ചോദ്യം അവരുടെ മുന്നിലുണ്ട്. പാലക്കാട് മണ്ഡലം പക്ഷേ നിശബ്ദ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ദിവസമൊക്കെ അവിടെ വലിയ വിവാദങ്ങളുണ്ടായ സാഹചര്യമാണ്. പാലക്കാട് മണ്ഡലത്തിലെ ആ വിവാദം ഒരുപക്ഷെ മലമ്പുഴയെ അടക്കം അവർ അടുത്ത പ്രതീക്ഷയോട് കൂടി കാണുന്ന മണ്ഡലമാണ് മലമ്പുഴയെ അടക്കം സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം അവരുടെ മുന്നിലുണ്ട്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി അടക്കം വന്ന് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ മണ്ഡലമാണ് തൃശ്ശൂര്. ചാത്തന്നൂര്, നേമം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരത്തിന് നിൽക്കുന്ന മണ്ഡലമാണ്. വട്ടിയൂർക്കാവ് വലിയ പോരാട്ടം ബി.ജെ.പി കാഴ്ചവെക്കും എന്ന് വിചാരിക്കുന്ന മണ്ഡലമാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളിയെ അട്ടിമറിക്കാൻ ആകുമോ മുരളീധരൻ എന്നൊരു ചോദ്യം പ്രതീക്ഷയായി അവരുടെ മുന്നിലുണ്ട്. ഈ 10 മണ്ഡലങ്ങളാണ് ബി.ജെ.പി വലിയ പ്രതീക്ഷയിൽ കാണുന്നത്. ഇന്നലെ വരെ വന്ന അവരുടെ വിശകലനങ്ങളിൽ 4 മണ്ഡലങ്ങളിലെങ്കിലും വിജയം എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വിജയസാധ്യതയുണ്ടാകും, വിജയം സ്വന്തമാകും എന്നുള്ള ആകാംക്ഷയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ തന്നെ ഏറ്റവും കൗതുകങ്ങളിൽ ഒന്ന്.